ചാച്ചാജിയും പൂവാലി പശുവും. ഒരിക്കൽ ചാച്ചാജി ഒരു തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നതിനായി കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. കൃത്യസമയത്ത് എത്താനുള്ള താല്പര്യം കൊണ്ട് വളരെ തിടുക്കത്തിലായിരുന്നു യാത്ര. അന്നത്തെ ദിവസം അദ്ദേഹം തന്നെയാണ് കാർ ഓടിച്ചിരുന്നത്. സമ്മേളനത്തിൽ പ്രസംഗിക്കേണ്ട മറ്റു ചില നേതാക്കന്മാരും കാറിലുണ്ടായിരുന്നു. വൈകുന്നേരമായപ്പോൾ ചാച്ചാജിയും ചങ്ങാതിമാരും ഗോതമ്പ് വയലുകൾ നിറഞ്ഞ ഒരു ഗ്രാമപ്രദേശത്തെത്തി. എന്തു പറയാൻ, ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു പുള്ളിപ്പശു ചാടി ഓടി വന്ന് കാറിലിടിച്ചു. അത് തെറിച്ച് തൊട്ടടുത്ത വയലിലേക്ക് മറിഞ്ഞു വീണു. ചാച്ചാജി പെട്ടെന്ന് വണ്ടി നിർത്തി ചാടിയിറങ്ങി. അദ്ദേഹം പശുവിൻ്റെ അരികിലേക്ക് പാഞ്ഞു ചെന്നു. അപ്പോഴേക്കും നൂറുകണക്കായ ഗ്രാമവാസികളും അവിടെ തിങ്ങിക്കൂടി. പശുവിൻ്റെ പേടിച്ചരണ്ട കരച്ചിൽ കേട്ട് ചാച്ചാജി കാറിലിരുന്നവരോട് പറഞ്ഞു, "ഇതിന് വല്ലാതെ വേദനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും താഴെ ഇറങ്ങി നമുക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യാം." അദ്ദേഹം പറഞ്ഞതനുസരിച്ച് കാറിലുണ്ടായിരുന്ന നേതാക്കന്മാരെല്ലാം പുറത്തേക്കിറങ്ങി. എല്ലാവരും ചേർന്ന് പശുവിനെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ പശു ചാടി എഴുന്നേറ്റ് ഉഷാറായി നിന്നു. അപ്പോഴേക്കും പശുവിൻ്റെ ഉടമസ്ഥനും അവിടെ എത്തി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് ഇതിനകം അവിടെ കൂടിയിരുന്നവർ മനസ്സിലാക്കി. ഉടമസ്ഥൻ പശുവിനെ നന്നായി പരിശോധിച്ചിട്ട് പറഞ്ഞു, "ഇവൾക്ക് കാര്യമായ പരിക്കൊന്നും ഉള്ളതായി തോന്നുന്നില്ല. ഇനി വേണ്ട ചികിത്സ ഞാൻ ചെയ്തോളാം. അങ്ങ് സമ്മേളന സ്ഥലത്തേക്ക് പൊയ്ക്കോളൂ." അത് കേട്ടതോടെ എല്ലാവർക്കും സമാധാനമായി. ചാച്ചാജിയുടെ കൂടെയുണ്ടായിരുന്ന നേതാക്കന്മാരെല്ലാം വണ്ടിയിൽ കയറി. എങ്കിലും ചാച്ചാജിക്ക് അപ്പോഴും പശുവിനെക്കുറിച്ചുള്ള വേവലാതി മാറിയിരുന്നില്ല. അതിൻ്റെ ഉടമസ്ഥൻ്റെ പേരും വിലാസവും ഒക്കെ എഴുതി വാങ്ങിച്ച ശേഷമാണ് അദ്ദേഹം വണ്ടിയിൽ കയറിയത്. കാർ ഓടിച്ചു പോകുമ്പോഴും ആ മിണ്ടാപ്രാണിയെക്കുറിച്ചുള്ള നൊമ്പരം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ ചാച്ചാജി തൻ്റെ സെക്രട്ടറിയായ ഹരിയെ വിളിച്ചിട്ട് പറഞ്ഞു, "ഹരി, ഇതാ ഒരു മേൽവിലാസം. ഇതിലുള്ള മേൽവിലാസക്കാരനെ കണ്ടുപിടിച്ച് ഈ 30 രൂപ ഇന്ന് തന്നെ അയാളെ ഏൽപ്പിക്കണം. ഇന്നലെ പരിക്കു പറ്റിയ പശുവിൻ്റെ ചികിത്സയ്ക്കായി ഞാൻ തന്നയച്ചതാണെന്നും പറയണം." ചാച്ചാജിയുടെ അളവില്ലാത്ത ഈ കാരുണ്യം എല്ലാവരെയും അതിശയിപ്പിച്ചു.